വ്ലോഗ് ചെയ്യണതാ. ഇന്ന് പാത്തുവിന്റെ എൻഗേജ്മെന്റ് ആണ്. നമ്മൾ അടിച്ചു പൊളിക്കുന്നതാണ്. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പാത്തുവിനെ കാണിച്ചു തരുന്നതാണ് ഗൈസ്. സോറി, പാത്തുവിനെ കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ പരിപാടി നമ്മുടെ ഫാത്തിമയുടെ എൻഗേജ്മെന്റ് ആണ്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. വ്ളോഗിൽ നമ്മൾ നമ്മുടെ അല്ല ഫാത്തിമയുടെ കൊച്ചാ പോകുന്നു. ഫാത്തിമ ജൂനിയർ അതൊക്കെ കട്ട് ചെയ്യണ്ട. അങ്ങോട്ടാ അപ്പൊ ഒന്ന് മാറി നോക്കാം. അങ്ങോട്ട് പോകാം കൈ. നമ്മൾ വഴി മാറിത്തരും. അപ്പോൾ ഇവിടെ മൊത്തം സെറ്റായില്ലേ? ഇൻട്രോ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ ആണല്ലേ സ്ഥലം. അപ്പോൾ ഇവിടെ ഇതാണ് ഫാത്തിമ. ഇന്ന് ഒരു വലിപ്പില്ല. അല്ല ആയി പറ. അവിടെ അങ്ങനെ ഇരുട്ടാണല്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അടുത്ത് ഇത്രയും പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് കാര്യങ്ങളും. ഓക്കെ ഗൈസ്, നമ്മുടെ പയ്യൻ വരാനൊക്കെ വന്നിട്ടുണ്ട്. ഫാത്തിമയെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഗൈസ്. മുട്ടായി ആണല്ലേ? മുട്ടായി, ചെരുപ്പുണ്ട്, തുണിയുണ്ട്. ഇതാ കപ്പപ്പാരം വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്. അത് തന്നെ. അപ്പോൾ പയ്യനെ പൂ കൊടുത്ത് പയ്യൻ വന്നത് കണ്ട. നമ്മളെ ഫാത്തിമജി അവിടെ അയ്യോ, നമ്മളെ ഫാത്തിമജിയും സിസ്റ്ററും എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, അവിടെ നിന്നാണ് കയറി വരുന്നല്ലേ. നമുക്ക് ആ സ്ഥലം മാറിപ്പോയി. അപ്പം ഫാത്തിമയുടെ ഇക്ക വന്നിട്ടുണ്ട്. എടുക്കാട്ടാ, പൂ കൊടുക്കുന്നു. ഇത് ഇല്ല, പെണ്ണെല്ലാം എടുത്തിരിക്കണ്ട. ഇതിപ്പോൾ എന്തിൻ്റെ പയ്യ ഇരിക്കണ? പാത്തുമ്മ നമ്മുടെ കയറിയിട്ടുണ്ട്. അകത്തോട്ട് പോവാം. അല്ല, അടുത്തോട്ട് പോവാം. എന്താ എടുത്ത് തുടങ്ങിയാ? പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ഇതാണ് ഫാത്തിമയുടെ അച്ഛൻ. ബാക്കി ഇപ്പം തുടങ്ങത്തേ ഉള്ളൂ. ലൈറ്റ് ഇടാൻ പറ. ഫ്രണ്ട്സ്, അവിടെ മോതിരൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തൊക്കെയോ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിപ്പായി കഴിക്കാനായിട്ട്. അപ്പോൾ സെറ്റ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പണ്ട് ടൂർ ഓർമ്മ പറഞ്ഞു. ഇതേപോലെ ആയിരുന്നു ഇരിപ്പ്. അങ്ങനെ നമ്മൾ മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇവരെ അടുത്ത് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും ഞാൻ തിരക്കായിരുന്നു ഇവിടെ. ഇവിടെ പോയി കഴിഞ്ഞ് ഇപ്പോൾ 2 പേര് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിന്ന് സ്റ്റേജിൽ കയറാം. 1 2 3 ഇത്രയും പേര് വരുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ വരുകയാണ്. കുട്ടികളത് ഫോട്ടോ എടുക്കുന്നു. ഇത് പറയാൻ വട കയറ്, പടി ഇവിടെ ചാടി കയറ്. ബാക്കിയുള്ളവർ വരുന്നു. ഇവിടെ ഇതിനടുത്ത് വരട്ടെ ഒന്നായിട്ട് വരട്ടെ. അവരെടിച്ച് ഫോട്ടോ ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വന്ന് കയറി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതായിരിക്കുന്നു എൻ്റെ ബൈക്ക്. ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, എവിടെയാണ് നമ്മൾ നിന്നത്? അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇവിടെ പറയാണ്. അടുത്ത സ്ഥലത്ത് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി കാറിലാണ് പോകാനുള്ളത്. കാറിൻ്റെ താക്കോൽ ഇതായിരിക്കുന്നു.
പിന്നെ അവരെ അറിയാം പള്ളിയിൽ കൊണ്ടുവച്ചൊക്കെ കെട്ടിയിട്ട് അവിടെ കൊണ്ടുവരണം. 12 മണി കഴിയും, 12:30. ബാങ്കുടി മറ്റേ നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പരിപാടിയാണ്. പള്ളിക്ക് വെച്ചൊന്നും ചെയ്യത്തില്ലല്ലോ. ഒന്ന് ഇറങ്ങിയില്ല. കണ്ണും കൂടെ കേട്ടാ ടയറില്ല. ശിവരെ ഇത് എവിടെ കയറി പോയത്? ഞാൻ പെട്രോൾ ടാങ്കിലെ പുറത്ത് കയറി ഒന്ന് അറിഞ്ഞൂടാ. എൻ്റെ എന്ത് പറയാൻ, ആ പൂച്ച എൻ്റെ അകത്ത് പോയി. വേറെ ഒന്നുമില്ല. പാപ്പനം കൂടാണ് കേട്ടോ. എവിടെയാണ് ഇപ്പോൾ വണ്ടി കടന്നത്? ആ വണ്ടിയിൽ പൂച്ച വീണത്. ഇനി അതെന്താണെന്ന് അറിയില്ല. എന്താ ഒരു വീട്ടിൽ വന്നതാണ്. നീ ഒരാളും കൂടി ഉണ്ട്, ആ ആളെ കൂടി വിളിച്ചോണ്ട് നമ്മൾ കല്യാണത്തിൽ പോകും. വണ്ടിയുടെ ഇട്ട് സ്ഥലം ഇതാണ് കേട്ടോ. അത്ര വലിയ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അതാണ് സംഭവം. സെറ്റപ്പ് കാര്യം. ഫ്രണ്ട്സ്, ഇതൊരു പഴയ ഒരു വില്ലേജ് ഓഫീസാണ്. ഇതാണ് ഇപ്പം മണ്ഡപമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കയറാൻ പറ്റുന്ന നടന്ന് പാടുപെടുന്നത്. കയറിയില്ലേ ഇതുവരേക്ക്? ഇരുന്ന് അവിടെ ഇരുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം തീരെയാണ്. ഇപ്പോൾ സമയം 11:15 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ഞായറാഴ്ച ഒരു വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.